ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മുടെ വയനാട്ടിൽ പൂപ്പുല് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാനും എൻ്റെ കൊച്ചു ഫാമിലിയും കൂടി പൂപ്പുല് കാണാൻ പോയിട്ടുണ്ട്. ഞങ്ങൾ 1-ാം തീയതിയാണ് പൂപ്പുല് തുടങ്ങിയത്. അപ്പോൾ ഞങ്ങൾ എന്താക്കി 3-ാം തീയതി തന്നെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ തിരക്കൊക്കെ ഒഴിവായിരുന്നു, മക്കളെ കൊണ്ട് പോകുന്നതുകൊണ്ട് തിരക്ക് ഒഴിവായിരുന്നു. പിന്നെ സ്റ്റാൾസൊക്കെ കുറച്ചേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം ചൂണ്ടിക്കാണിച്ചത് എന്താണെന്നറിയോ, പെട്ടെന്ന് കണ്ടതാ ഒരു പകുതിയുള്ള ചന്ദ്രൻ്റെ പൂളും ഒരു സ്റ്റാർ മാത്രം, ബാക്കിയൊന്നുമില്ല ആകാശത്ത്. അങ്ങനെ പിന്നെ എൻ്റെ അനിയനും ഉണ്ടായിരുന്നു കേട്ടോ. ക്യാമറ പിടിക്കാൻ അങ്ങനെയൊന്നുമല്ല കേട്ടോ, വെറുതെ അവനും കൂടി കൂട്ടിയതാണ്. അങ്ങനെ ഞങ്ങൾ എൻജോയ് ചെയ്ത് ആഘോഷിച്ച് ഞങ്ങൾ അവിടെയൊക്കെ ചുറ്റിക്കറങ്ങി നടന്നു ഗൈസ്. പിന്നെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. നമുക്ക് എപ്പോഴും ഒരു കാഴ്ച മാത്രം കണ്ടാൽ പോരല്ലോ, വർഷത്തിലൊരിക്കലും ഇതൊക്കെ കാണണ്ടേ. ഫ്ലവേഴ്സൊന്നും ഞങ്ങൾ എവിടെയും പോയിട്ട് അങ്ങനെ കാണലൊന്നുമില്ല. പണ്ടൊക്കെ കൽപ്പറ്റ ഫ്ലവർ ഷോ ഉണ്ടാകുമ്പോൾ കാണലുണ്ടായിരുന്നു. പിന്നെ പൂപ്പലി വന്നതിന് ശേഷമൊക്കെ പൂപ്പലി കാണാൻ തുടങ്ങി. അങ്ങനെ ഇതന്നെയായി, കൽപ്പറ്റയ്ക്ക് അങ്ങനെ പോക്കില്ല. അപ്പോൾ നല്ല നല്ല അടിപൊളി ഫ്ലവേഴ്സ്, ഒരുപാട് കളക്ഷൻസ്, ഒരുപാട് കളേഴ്സ്, ഒരു പൂവ് തന്നെ ഒരുപാട് കളേഴ്സിൽ നമുക്കവിടെ കാണാൻ പറ്റി. പിന്നെ ഒരുപാട് സ്റ്റാൾസ്, കുറേ ക്രിയേറ്റിവിറ്റി ആയിട്ട് എന്തൊക്കെയോ ലൈറ്റിംഗ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മക്കൾക്ക് കളിക്കാനുള്ള പൈസ കൊടുക്കാണ്ട് കളിക്കാൻ പറ്റിയ ചെറിയൊരു പാർക്കൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവർ എൻജോയ് ചെയ്തു. ഞാനും കുറേയൊക്കെ എൻജോയ് ചെയ്തു. വലിയവർക്കുള്ളതല്ല, ചെറിയവർക്കുള്ളതാണ്, എന്നാലും ഞാനൊക്കെ കുറേ എൻജോയ് ചെയ്തു. ഈ ഒരു പ്രായത്തിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഏത് പ്രായത്തിലാണ് അതൊക്കെ ചെയ്യാമല്ലേ. അപ്പോൾ ഇക്ക വീഡിയോ ഒക്കെ എടുത്ത് തന്നു. പിന്നെ മോളാട്ടി കൊടുത്തു. അപ്പോൾ അവർ ഇനിയും സ്പീഡിൽ പറഞ്ഞപ്പോൾ എനിക്ക് ദേഷ്യം പിടിച്ചു. ഇത്രയേ സ്പീഡുള്ളൂ, അതിൽ കൂടുതലായാൽ അവൾ താഴെ വീഴും ഗൈസ്. അവളും അങ്ങനെ ആടി. പിന്നെ അപ്പോഴത്തേക്കും മോൻ ആ ഊരി കളിക്കുന്ന സാധനത്തിൽ കയറിയിട്ട് കുടുങ്ങിപ്പോയി. പിന്നെ അവനെ നോക്കാൻ വേണ്ടി പോയതായിരുന്നു ഞാൻ. നമ്മൾ അങ്ങനെ പൂപ്പലി കാണാൻ വന്നിരിക്കുകയാണ് ഗൈസ്. ഷെമീറാക്കുണ്ട്, ആച്ചുണ്ട്, എല്ലാവരും ഉണ്ട്. ആള് കുറവാന്ന് തോന്നുന്നു. പിന്നെ നമ്മൾ സ്റ്റാളിലൊക്കെ കയറി ഗൈസ്. അവിടെയൊക്കെ ഭയങ്കര തിരക്കുണ്ട്. പക്ഷെ അധികം തിരക്കില്ല, എന്നാലും തിരക്കുണ്ടായിരുന്നു. ഓരോ സാധനങ്ങളൊക്കെ കണ്ടും വാങ്ങിയില്ല. അതങ്ങനെ വാങ്ങലുണ്ടായിരുന്നു എല്ലാ വർഷവും. പക്ഷേ നമുക്ക് പൈസപരമായിട്ട് കുറേ ബുദ്ധിമുട്ടൊക്കെ ഉള്ളതുകൊണ്ട്. പിന്നെ മുണ്ടക്കൈൻ്റെ ഒരുപാട് പിന്നെ ഇതൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നമുക്ക് വലിയൊരു സങ്കടമുള്ളൊരു വർഷമായിരുന്നല്ലോ കഴിഞ്ഞ വർഷം. അപ്പോൾ അതിൻ്റെതൊക്കെ ഈ വർഷം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ സ്റ്റാൾസിലൊക്കെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. ഒന്നും വാങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കഴിച്ചു, ഒരുപാട് സാധനങ്ങൾ കഴിച്ചു. വെറുതെ പൈസ മുടക്കണ്ട എന്ന് വിചാരിച്ചു ഈ ഒരു വർഷം. എങ്കിലും ഈ ഒരു വർഷം നല്ല പൈസ പൊട്ടിയിട്ടുണ്ട്. ഞങ്ങൾ ഒരുപാട് സാധനങ്ങളല്ലാണ്ട് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് പണ്ടത്തെ മുട്ടായികളെ കളക്ഷൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് പണ്ട് നമ്മൾ കഴിച്ചിരുന്ന കുട്ടിക്കാലത്ത് നമ്മളതും നമ്മളെ ഉപ്പമാരൊക്കെ കഴിച്ചിരുന്ന അങ്ങനത്തെ കുറേ. പിന്നെ ബെഡ്ഷീറ്റ്, ലെഗിൻസ്, ഡ്രസ്സ്, ബാഗ്, ചെരുപ്പ്, ഫാൻസി, ഒരുപാട്. അങ്ങനെ പെന്നിൻ്റെ സെക്ഷനിൽ പോയി കുറേ ഇത് വാങ്ങിത്തരണം എന്നൊക്കെ പറഞ്ഞിട്ടോ വാങ്ങിക്കൊടുത്തില്ല. പിന്നെ മെഹന്തി എല്ലാ വർഷവും ഇടുന്നതാണ്, ഈ വർഷം ഇട്ടില്ല. അത് നഷ്ടമാണെന്ന് തോന്നിയിരിക്കുന്നു ഗൈസ്. പിന്നെ ഞങ്ങൾ ഫുഡിൻ്റെ അവിടെ എത്തി. അപ്പോൾ പാനിപൂരിയാണ് കഴിച്ചത്. പിന്നെ മസാലപൂരി കഴിച്ചു. പിന്നെ കോളിഫ്ലവർ പൊരിച്ചത് കഴിച്ചു. അങ്ങനെ അത്രേ ഉള്ളൂ കഴിച്ചുള്ളൂ കേട്ടോ. പിന്നെ ഐസ്ക്രീം കഴിച്ചു. ശേഷം നമ്മൾ റൈഡിൻ്റെ സെക്ഷനിലേക്ക് പോയി. അപ്പോൾ ഞങ്ങളവിടെ 8:30 ആകുമ്പോഴാട്ടോ അവിടെ എത്തിയിരുന്നത്. അപ്പോൾ എത്തുന്നവരെന്തായാലും ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും അതിൻ്റെ ഉള്ളിൽ കയറുന്ന രീതിയിലാവണം. നമുക്ക് അധികം നേരം വഴുകാണ്ട് തണുപ്പൊന്നും കൊള്ളാണ്ട് ഇറങ്ങാം. 15-ാം തീയതി വരെ ഉള്ളൂ. അപ്പം മോളത് ആ ഒരു പഞ്ഞ് സ്പോഞ്ചിന് സാധനം, അതിലാണ് മക്കൾ രണ്ടുപേരും കയറിയത്. ഞങ്ങൾ തോണിയിലാണ് ഗൈസ് കയറിയത്. അപ്പോൾ എന്താ വെച്ചാൽ ഞങ്ങൾ എത്തിയ സമയം വന്നിട്ട് 8:30-ക്കാണ് ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറുന്നത്. അപ്പോൾ 10 മണി വരെ ടൈമുള്ളൂ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ക്ലോസ് ചെയ്യും. ഇപ്പം എത്ര മണി, 10:30 വരെ ആയിരിക്കാം. പക്ഷെ നമുക്ക് അപ്പോൾ റൈഡൊക്കെ ഞങ്ങൾ കയറുമ്പോഴത്തേക്കും അത് അടയ്ക്കേണ്ട സമയമായിരുന്നു. പിന്നെ ഗാനമേള നടക്കുന്നുണ്ടായിരുന്നു. അവിടെയൊക്കെ നല്ല ക്രൗഡായിരുന്നു. അപ്പോൾ ഇതിലാണ് മക്കൾ കയറിയത്, ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ഞങ്ങളെ തോണിയിൽ കയറിയിട്ട് 2 റൗണ്ട് ആകുമ്പോഴത്തേക്കും നിർത്തേണ്ട സമയമായി. അപ്പോൾ ഞങ്ങൾക്ക് അതിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു. പിന്നെ നല്ല പേടിയുണ്ടായിരുന്നു. പേടിയായതുകൊണ്ട് ഇറങ്ങുന്നതിൽ സങ്കടമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒരു റൈഡ് കയറണമെങ്കിൽ ഒരാൾക്ക് 100 രൂപയാണ്. അത് ആലോചിച്ചപ്പോൾ കുറച്ച് വിഷമമായി. നമുക്ക് അതിനുള്ള ഒരു ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ലല്ലോ. പിന്നെ മോനതിൽ കയറണം എന്നൊക്കെ കുറേ വാശി പിടിച്ച് കയറാതെ വെച്ചുട്ടോ. പിന്നെ അവനെ കയറ്റി, അവനെങ്ങനെയൊക്കെയോ കയറിപ്പോയി. മേലെത്തിയപ്പം ചെക്കൻ കരഞ്ഞു. എനിക്ക് താഴെ ഇറങ്ങണം എന്ന് പറഞ്ഞു കരഞ്ഞു. ഞങ്ങൾ അനിയനെ വിട്ടു. അവൻ കയറിപ്പോയി. അവർ രണ്ടാളും കൂടി ഇറങ്ങി വന്നു കേട്ടോ. കാരണം അവൻ അത്രയും ഹൈറ്റ് പോയപ്പോൾ നല്ല ഹൈറ്റ് ഉണ്ട്, അത് പേടിയായി. അപ്പോൾ ഇവിടുന്ന് മക്കളിങ്ങനെ തുള്ളി ഇങ്ങനെ വരുന്നതിനനുസരിച്ച് അതിങ്ങനെ ഒരു ഡബ്ബർ പോലത്തെ ഒരു സാധനമാണ്. അപ്പോൾ അതിങ്ങനെ ഇളകുന്നതിനനുസരിച്ച് അവന് ഭയങ്കര പേടിയായി. ഓരോ മക്കളൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ ഈ വർഷത്തെ പൂപ്പലി ഇങ്ങനെ കഴിഞ്ഞു. ഒരു പ്രാവശ്യം കൂടി പോകണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം സ്റ്റാൾസൊക്കെ ഫുള്ളും വന്നിട്ട് കാണണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് കാരണം ഞങ്ങളത് തള്ളി വെച്ചിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം
എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ഇതിൽ കയറിയപ്പോഴുള്ള വിഷ്വലാട്ടോ നിങ്ങളിത് കാണുന്നത്. പിന്നെ ഞങ്ങൾ ഫോണൊക്കെ എടുത്ത് വെച്ച് കരയാൻ തുടങ്ങി. അപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നു ഞങ്ങളെ പൂപ്പൊലി വിശേഷങ്ങളൊക്കെ. അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ലാസ്റ്റ് എക്സിറ്റിൻ്റെ അവിടെയൊക്കെ എത്തി. അവിടെ നിന്ന് ഐസ്ക്രീം കഴിച്ചു. ഏകദേശം ഒരു 10 മണി കഴിഞ്ഞിട്ടുണ്ട്. നല്ല തണുപ്പാണ്. ഐസ്ക്രീം ഉരുകിയൊന്നും പോയില്ല ഗൈസ്. അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളോട് പോലെ പാവപ്പെട്ടവരെ നിങ്ങൾ എന്തായാലും പൊക്കിക്കൊണ്ടുവരിക.